മനസ്സറിയും യന്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സാങ്കല്പിക യന്ത്രമാണ്. മറ്റുള്ളവരുടെ മനസ്സിലെ ചിന്തകള്, ആഗ്രഹങ്ങള്, വികാര വിചാരങ്ങള് അതൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം. പറഞ്ഞല്ലോ, അത് കഥകളിൽ മാത്രമുള്ളതാ. പണ്ട് ദൂരദർശന്റെ പുഷ്കല കാലത്ത് ഈ മനസ്സറിയും യന്ത്രം കേന്ദ്ര ബിന്ദുവാക്കി ഒരു കോമഡി സീരിയല് വന്നത് ഓർക്കുന്നു. ദൂരദർശനാണെന്നാണ് ഓർമ്മ, അതോ ഇനി ഏഷ്യാനെറ്റിന്റെ പ്രാരംഭകാലത്താണോ എന്നൊരു സംശയമുണ്ട്. അതിൽ ഈ യന്ത്രമായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രം. അതുപയോഗിച്ചുള്ള ചില കളികൾ, അതുമായി ബന്ധപ്പെട്ട ചില തമാശകൾ, നർമ്മങ്ങൾ, അതായിരുന്നു ആ സീരിയലിൻ്റെ ഒരു ഉള്ളടക്കം. നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവരിപ്പോൾ ഇത്തരത്തിലൊരു യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ടാവും. കാരണം പുള്ളിക്കാരി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മനസ്സറിയാനുള്ള ഒരു ശ്രമത്തിലാണ്. അവര് ചില കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ സംഘടനാ കാര്യങ്ങൾ. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ വരും. അതിനൊക്കെ മുമ്പായിട്ട് കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സറിയുക, അവരുടെ ചിന്ത, അവര് ഏത് തരത്തിലുള്ളൊരു സംവിധാനമാണ് ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണ് അതിന്റെ തലപ്പത്തുണ്ടാവുക, അതൊക്കെയാണ് ദീപാദാസ് മുൻഷിക്ക് അറിയേണ്ടത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് K. സുധാകർജി, കണ്ണൂർ സിംഹം, അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തണോ, അതോ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും ഒരു പുതുമുഖത്തെ, ചെറുപ്പക്കാരനെ, യുവരക്തം കൊണ്ടുവരണോ? അതാണ് അതിന്റെ ഫോക്കൽ പോയിന്റ്. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മറ്റു കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനുസാരികൾ, അക്കാര്യങ്ങളിലൊക്കെ നമുക്ക് പിന്നീട് തീരുമാനമെടുക്കാം. ഒരു മാസമായി ദീപാദാസ് മുൻഷിയുടെ ഈ ശ്രമം തുടങ്ങിയിട്ട് അത് ഡൽഹി കേന്ദ്രമാക്കിയായിരുന്നു. കേരളത്തിലോട്ട് അതിങ്ങോട്ട് വന്നിട്ടില്ല. ഡൽഹിയിലെ MP മാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ, അവിടെ ചെന്നവരൊക്കെ ആയിരിക്കും, അവരുമായിട്ടൊക്കെ ഉള്ളൊരു ആശയവിനിമയം നടന്നു കഴിഞ്ഞു. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ മനസ്സറിയുക. ഇനി കേരളത്തിലേക്ക് വരണം. കേരളത്തിൽ എന്തുമാത്രം നേതാക്കളാ! ഇപ്പൊ KPCCയുടെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും തന്നെ നോക്കിയാൽ, പിന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതി, ഇതെല്ലാം കൂടെ ചേർന്നാൽ തന്നെ ഒരു 6 മാസത്തേക്കുള്ള ഒരു പിടിപ്പത് പണിയുണ്ട് ഈ മനസ്സ് അറിയുക എന്നുള്ളത്. ഇനി ദീപദാസ് മുൻഷി കേരളത്തിലേക്ക് വരിക, നേതാക്കളുടെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ മനസ്സറിയുന്നതിന്. ആരോഗ്യപരമായ കാരണങ്ങളുടെ പേരിൽ K. സുധാകർജിയെ മാറ്റി നിർത്തണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമോ, അതാണ് $1 മില്യൺ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിന് ആരോഗ്യം പോരാ എന്നൊരു ആക്ഷേപമുണ്ട്. അതിനെപ്പറ്റി ഔദ്യോഗികമായി പറയുന്നത്, സംഘടനാ കാര്യങ്ങളിൽ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ നമ്മുടെ പ്രസിഡന്റിന് ആരോഗ്യപരമായ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാ പറയുന്നത്. കോൺഗ്രസിൽ അങ്ങനെയൊന്നും പൊതിഞ്ഞു പറയുന്ന രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അങ്ങനെയാണ്. ചില പരിമിതികൾ, ആരോഗ്യപരമായ പരിമിതികൾ, അങ്ങനെയാണ് ഔദ്യോഗികമായിട്ട് അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. പക്ഷേ എതിർ ഗ്രൂപ്പുകാര്, എതിർപക്ഷം, എതിർ ഗ്രൂപ്പ് എന്ന് പറയാൻ പാടില്ല, അതൊക്കെ പഴയ കഥയാണ്. ഈ ഗ്രൂപ്പിസം, അതിൻ്റെ പേരിലുള്ള പോരാട്ടങ്ങൾ, അതൊക്കെ നമ്മൾ എന്നേ അവസാനിപ്പിച്ചു. ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ കുഴിച്ചു മൂടി. അതുകൊണ്ട് എതിർ ഗ്രൂപ്പ് എന്ന് പറയേണ്ട, എതിർ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, അതായത് സുധാകരനെ മാറ്റി വേറൊരു പ്രസിഡന്റ് വരണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം അഭിപ്രായം പറയുന്ന ഒരു സംഘം, അവര് പറയുന്നത് എങ്ങനെയാ? ഈ പരിമിതികളെ കുറിച്ചൊന്നുമല്ലോ അവര് പറയുന്നത്. കഴിഞ്ഞ ദിവസം അക്കൂട്ടത്തിൽ ഒരാളോട് സംസാരിച്ചു, എങ്ങനെയാണ് പ്രസിഡന്റിന്റെ ആരോഗ്യം? ഓ, കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല, ഒരു ഓർമ്മയുമില്ല. അതാണ് എതിർപക്ഷം പറയുന്നത്. പക്ഷേ സുധാകരൻ തുടരണം, കണ്ണൂർ സിംഹമാണ്, അദ്ദേഹം വന്നതിന് ശേഷം പാർട്ടിക്ക് ഭയങ്കര ഊർജ്ജസ്വലതയാണ്, CPM കിടുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു പക്ഷമുണ്ടല്ലോ, ഗ്രൂപ്പല്ലേ പക്ഷം. അവര് പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് എന്താ പ്രശ്നം, നല്ല ജിൽ എന്നല്ലേ അദ്ദേഹം നടക്കുന്നത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം ഈ ഷോർട്സും കാൻവാസ് ഷൂസും ഒക്കെ ഇട്ട് നല്ല ശക്തിയിൽ നടക്കുന്ന ചിത്രങ്ങൾ. അതുപോലെ വീട്ടിൽ അദ്ദേഹത്തിന് ജിമ്മുണ്ട്, അവിടെ വെയിറ്റ് ഒക്കെ ഉയർത്തുന്നു, ചില യന്ത്രങ്ങളിലൊക്കെ കസർത്ത് കാണിക്കുന്നു. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ വളരെ സ്വാഭാവികമായ രീതിയിൽ അവരവരുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴെങ്കിലും കോൺഗ്രസ്സുകാർ വിചാരിക്കട്ടെ, നമ്മുടെ പ്രസിഡന്റ് നല്ല പൂർണ്ണ ആരോഗ്യവാനാണ്, അതാണ് അവരുടെ ലക്ഷ്യം.
ഈ കണ്ണൂർ ഗ്രൂപ്പ്, അല്ല അങ്ങനെ പറയണ്ട, ആ ആ പ്രസിഡന്റ് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്രയും പറഞ്ഞാൽ മതി. ഗ്രൂപ്പില്ല. അപ്പൊ മറ്റവരെന്ത് ചെയ്യും? ഈ അടുത്ത കാലത്ത് പോലും ഈ നമ്മുടെ സന്ദീപ് വാര്യർ BJP വിട്ടിട്ട് കോൺഗ്രസിൽ ചേർന്നല്ലോ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. അന്ന് ഒരു പത്രസമ്മേളനം നടത്തുമ്പോഴേ നമ്മുടെ പ്രസിഡന്റിന് ഈ സന്ദീപ് വാര്യരുടെ പേരങ്ങ് പെട്ടെന്ന് മറന്നുപോയി. ചേടാ, KPCC പ്രസിഡന്റ് സന്ദീപ് വാര്യരെ പോലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരു അംഗം മാത്രമായ ഒരാളിന്റെ പേര് ഓർത്തിരിക്കണം എന്നൊക്കെ നിർബന്ധിക്കുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ഈ സന്ദീപ് വാര്യരുടെ പേരിന് വേണ്ടി ഒരു തപ്പുന്നത് അങ്ങോട്ട് പിടികിട്ടാതെ, ഓർമ്മയിൽ വരാതെ, ആ ഒരു ദൃശ്യം ചാനലുകളിലൊക്കെ വന്നു. അത് ഈ എതിർപക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ പണ്ട് സതീശൻ, VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹവും പ്രസിഡന്റും കൂടെ ഇരുന്ന് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ആരോ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും അത് പ്രസിഡന്റിന് കേൾക്കാൻ വയ്യാതെ പോകുന്നതും, എന്താണ് ചോദിച്ചതെന്ന് പ്രതിപക്ഷ നേതാവിനോട് നമ്മുടെ പ്രസിഡന്റ് ചോദിക്കുന്നതുമായ ദൃശ്യങ്ങൾ, ഇതൊക്കെ അവര് എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. ആര്? എങ്ങനെയെങ്കിലും നമ്മുടെ പ്രസിഡന്റിനെ ഒന്ന് മാറ്റി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ. അത് ഈ പ്രസിഡന്റ് മാറിയ കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്നും മാത്രമല്ല അതിന്റെ പിന്നിലുള്ള ചിന്ത. നമ്മുടെ പ്രസിഡന്റ് കുറെ കണ്ണൂരുകാരെ കൊണ്ട് ആഫീസിലങ്ങനെ നിറച്ചിരിക്കുക. കണ്ണൂരുകാരുടെ ഭരണമാണ് KPCC നടക്കുന്നത്. അതങ്ങോട്ട് സഹിക്കാൻ വയ്യാതെ ചില ആളുകൾ എങ്ങനെയെങ്കിലും ഇദ്ദേഹം ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരടക്കമുള്ള, പിന്നെ പാർട്ടിയുടെ താല്പര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും പ്രസിഡന്റ് മാറി മറ്റൊരാൾ വരുന്നതാണ്, അല്ലെ സുധാകരൻ മാറി വേറൊരു പ്രസിഡന്റ് വരുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന മറുവിഭാഗം അവരിതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുധാകരന്റെ അനുകൂലികൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? എത്രയെത്ര തെരഞ്ഞെടുപ്പുകളിലാണ് പ്രസിഡന്റ് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ വിജയിപ്പിച്ചിരിക്കുന്നത്? എണ്ണമറ്റ പഞ്ചായത്ത്, അല്ലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഉപതെരഞ്ഞെടുപ്പുകളിൽ, അതുപോലെ നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തൃക്കാക്കര മറന്നുപോയോ? വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് എന്തോ ഒരു ഭൂരിപക്ഷമാണ് നേടിക്കൊടുത്തത്. പാലക്കാട്, അത്തരത്തിലുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ. പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ലോക്സഭ, 20 സീറ്റിൽ 18 UDF നേടിയത് ആരുടെ നേതൃത്വത്തിലാണ്? ആര് KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ സാക്ഷാൽ K. സുധാകർജി. അത്തരത്തിലുള്ള ഒരാളെ മാറ്റാൻ പറ്റുമോ? ഈ നേട്ടങ്ങളൊക്കെ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രസിഡന്റിനെ നിങ്ങൾക്ക് അങ്ങനെ കറിവേപ്പില പോലെ എടുത്തു മാറ്റാൻ സാധിക്കുമോ? അതാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ മറുപക്ഷം, ഗ്രൂപ്പല്ലേ മറുപക്ഷം, അവർ പറയുന്നത് എന്താ? ഈ നേട്ടങ്ങളുടെയൊക്കെ പിന്നിൽ ആരാ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്ലാതെ ആരാണ് ഇതിനൊക്കെ അണിയറിയിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്തത്? പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നേരിട്ടല്ലേ ഇതിനൊക്കെ നേതൃപരമായ പങ്കുവഹിച്ചത്? അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പ്രസിഡന്റ് ഉണ്ടായിരുന്നു കൂട്ടത്തിലൊക്കെ, ചുറ്റുവട്ടത്തൊക്കെ പ്രസിഡന്റായിട്ട് ഇങ്ങനെ മുകളിൽ ഇരുന്നു എന്നതല്ലാതെ ഈ നേട്ടങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അത് സതീശനുള്ളതാണ്. അത് കോൺഗ്രസിലെ വലിയൊരു അവകാശ തർക്കമായി മാറിയിരിക്കുക. ഇസ്രയേലും ഹമാസും തമ്മിൽ ഇപ്പോൾ ഒരു കരാറുണ്ടാക്കിയല്ലോ, യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ. അതിന്റെ ക്രെഡിറ്റ് ജോ ബൈഡൻ ആണോ അതോ അടുത്ത 20-ാം തീയതി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന നമ്മുടെ ട്രംപിനാണോ? ഒരു ലോക വിഷയമാണ്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുക. ഈ വെടിനിർത്തലിന്റെ അല്ലെങ്കിൽ യുദ്ധവിരാമ കരാറിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ട്രംപ് പ്രസിഡന്റ് ആയിട്ട് പോലും ഇല്ല, എങ്കിലും അദ്ദേഹം പറഞ്ഞത് അത് ഞമ്മളാണെന്ന. അപ്പൊ പിന്നെ അടുത്ത ബ്രഹ്മാസ്ത്രം വരുന്നു, പ്രസിഡന്റിനെ മാറ്റണോ? മാറ്റിക്കോ. അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവും മാറണം, പ്രസിഡന്റ് മാത്രം മാറണ്ട. രണ്ടുപേരെ ഒരേ സമയത്താ വന്നത്. അപ്പൊ പ്രസിഡന്റ് മാറുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവും മാറട്ടെ. അപ്പൊ പിന്നെ ആരാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തെ നയിക്കുക? സതീശന്റെ പ്രകടനത്തില് ആളുകൾക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മികച്ചത് തന്നെയാണ്. നന്നായിട്ട് ഭരണപക്ഷത്തെ പ്രതിരോധിക്കുന്നുണ്ട്. ചെറിയൊരു അംഗസംഖ്യയിൽ കുറവായിട്ട് പോലും UDF, കോൺഗ്രസ് നന്നായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ അതിന് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷ നേതാവും മാറണം. അതാണ് ഒരു വാദം. ഇതിനിടയിൽ ഈ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. നമ്മുടെ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ്, വിളിക്കുമ്പോഴൊക്കെ ചെന്ന് പങ്കെടുക്കാൻ പറ്റുന്ന ഒരാളാ പ്രവർത്തക സമിതിയിൽ. കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അവിടെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ NSSന്റെയും സമസ്തയുടെയും ഒക്കെ പരിപാടികളിൽ പങ്കെടുത്ത് നല്ല ഗ്ലാമറിൽ നിൽക്കുകയാണ്.
NSSന്റെ പരിപാടിക്ക് പോയത് കൊണ്ട് നല്ല ലാഭമാണ് കിട്ടിയത്. കാരണം സുകുമാരൻ നായരുമായിട്ടുണ്ടായിരുന്ന ഒരു അകൽച്ച, ഒരു ഇഷ്ടക്കേടങ്ങ് മാറിക്കിട്ടി. പിന്നെ NSS ക്ഷണിച്ചു, അംഗീകരിച്ചു എന്നൊരു അനുകൂല ഘടകം അങ്ങനെ ഉണ്ടായി. പക്ഷെ ഒറ്റ അക്കിടിയേ പറ്റുള്ളൂ. നമ്മുടെ NSS ജനറൽ സെക്രട്ടറി കയറി അദ്ദേഹത്തെ NSSന്റെ മോൻ എന്ന് പറഞ്ഞു കളഞ്ഞു. അത് ഇച്ചിരി ക്ഷീണമായി പോയി. കാരണം ഈ മദ്രാസിലെ മോൻ എന്നൊക്കെ പറയുന്നത് പോലെ. അതുവരെ രമേശിനെ ഒന്ന് പിന്താങ്ങി നിന്നതാ, ഒരു കൈത്താങ് കൊടുത്തിരുന്ന ആളാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവറുകള്. അദ്ദേഹം ഈ മോൻ വിളി കേട്ടതോടെ തെറ്റി. NSSന്റെ മോൻ എന്നാ പിന്നെ NSS തന്നെ അങ്ങ് ഇരുന്നാ മതി. NSSന്റെ മോനാണെങ്കിൽ ആ മോൻ അച്ഛന്റെ കാര്യം മാത്രമല്ലേ നോക്കത്തുള്ളൂ എന്നാണ് നടേശൻ അവറുകളുടെ ഒരു ചോദ്യം. അതൊരല്പം ക്ഷീണമായെങ്കിലും ഏതാണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ലെവലിലേക്ക് കയറി നിൽക്കാൻ ഇപ്പോ നമ്മുടെ രമേശിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് സുധാകരൻ തുടരട്ടെ എന്നാണ്. സുധാകരനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു ചെറിയ രാഷ്ട്രീയമുണ്ട്. അതായത് സുധാകരൻ മാറുകയും സതീശൻ മാറാതിരിക്കുകയും, അപ്പോൾ സതീശനോട് താല്പര്യമുള്ള ഒരു KPCC പ്രസിഡന്റ് പുതുതായി വരികയും ചെയ്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സതീശനൊരു മേൽക്കൈ കിട്ടും. അതാണ് അതിലെ രാഷ്ട്രീയം. അതാണ് സുധാകരനോടുള്ള സ്നേഹം, ഒരു സ്നേഹം കൂടുതൽ. അതേസമയം സതീശനും മാറുന്നെങ്കിൽ മാറിക്കോ, എന്നാൽ പിന്നെ നമുക്ക് ആരൊക്കെ നോക്കാം. എങ്കിൽ നമുക്ക് സുധാകരനെയും മാറ്റുന്ന കാര്യം ആലോചിക്കാം. അതാണ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പല്ല, രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ഒരു വിഭാഗത്തിന്റെ ചിന്ത ആവഴിക്കാൻ പോകുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പില് 20-ൽ 19 സീറ്റും UDF നേടി. ആലപ്പുഴ മാത്രമാണ് തോറ്റത്. അത് കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോൾ അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളിയെ മാറ്റിയതും സുധാകരനെ നീക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് മുല്ലപ്പള്ളി പറഞ്ഞ എന്താ, ഞാൻ 19 സീറ്റ് വിജയിപ്പിച്ച ആളാ, പിന്നെ എങ്ങനെയാണ് എന്നെ മാറ്റുക? അതായിരുന്നു അന്ന് മുല്ലപ്പള്ളിയുടെ ന്യായം. പക്ഷെ അദ്ദേഹത്തെ മാറ്റി. പിന്നെ ഇപ്പം സുധാകരനെ മാറ്റുന്നതിന് എന്താ പ്രശ്നം എന്നൊരു ചോദ്യം KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിലൊക്കെ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് ഇപ്പോഴ് നേതാക്കളുടെ മനസ്സറിയുന്ന ഒരു തിരക്കിലാ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കാൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുള്ള ഒരുക്കം വേണം. അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനൊക്കെ പാർട്ടിയെ സജ്ജമാക്കാൻ, UDFനെ ശക്തിപ്പെടുത്താൻ, അതിനൊക്കെ ഉള്ളൊരു സംവിധാനത്തെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നത്, മനസ്സറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. KPCCയുടെ ഭാരവാഹികള്, എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗങ്ങള്, ഇത്രയും പേരുടെയെങ്കിലും മനസ്സ് ചോദിക്കണ്ടേ? അവരുടെ നിലപാടും അഭിപ്രായം അറിയണ്ടേ? ഇത്രയും ആളുകളുടെയെങ്കിലും. അതിനെത്ര സമയമെടുക്കുമെന്നാണ് കരുതിയിരിക്കുന്നത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മനസ്സറിയും യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ഒരാളെ അതിന്റെ മുമ്പിൽ പിടിച്ചിരുത്തുക, ആ യന്ത്രത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്യുക, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അതൊരു സാങ്കല്പിക യന്ത്രമായി പോയി. ഇനി പ്രസിഡന്റിനെ അങ്ങ് നീക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തീരുമോ? മറ്റു ഭാരവാഹികളുടെ കാര്യത്തിലും എന്തെങ്കിലും മാറ്റം വരുത്തണ്ടേ? ജനറൽ സെക്രട്ടറിമാര്, എത്ര ജനറൽ സെക്രട്ടറിമാരുണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ എണ്ണം പറയാൻ എനിക്കും അറിയില്ല. അത് എത്ര പേരുമാവട്ടെ. സാധാരണഗതിയിലെ KPCC പ്രസിഡന്റിന്റെ കൂടെ താല്പര്യം നോക്കിയിട്ടാണ് ജനറൽ സെക്രട്ടറിമാരെ വയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓരോ ഗ്രൂപ്പുകളുടെയും അല്ലെങ്കിൽ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒക്കെ പ്രതിനിധികളായിട്ടാണ് വരുന്നതെങ്കിലും കോൺഗ്രസിലെ ഒരു സങ്കല്പം പ്രസിഡന്റിന് താല്പര്യമുള്ളവർ, അദ്ദേഹം ജോലി ചെയ്യിപ്പിക്കേണ്ടത് ജനറൽ സെക്രട്ടറിമാരെ കൊണ്ടാണ്. ആ താല്പര്യം അനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു പുതിയ പ്രസിഡന്റ് വരുമ്പോൾ പുതിയ ജനറൽ സെക്രട്ടറിമാർ വേണ്ടേ? ഇതിൻ്റെയൊക്കെ മനസ്സറിയൽ എത്ര സമയമെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴാ പഴയ ഗ്രൂപ്പ് കാലത്തെ സൗകര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അന്നൊക്കെ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനോട് വളരെ ഭംഗിയായിട്ട് പുഷ്പം പോലെ സംഗതികൾ നടത്തിയെടുക്കാം. ഇപ്പൊ ഒരു പുതിയ പ്രസിഡന്റിനെ വേണം. അപ്പൊ എന്ത് ചെയ്യും? ഗ്രൂപ്പ് നേതാക്കൾ തമ്മിൽ ആലോചിക്കും. ആദ്യകാലത്താണെങ്കിൽ കരുണാകരനും ആന്റണിയും അവർ തമ്മിലൊരു ചർച്ച നടത്തുന്നു. പിന്നീട് ഹൈക്കമാൻഡിന്റെ മുമ്പിലേക്ക് അതുമായിട്ട് പോകുന്നു. ചിലപ്പോൾ ഈ ഹൈക്കമാൻഡിലേക്കുള്ള യാത്ര, ഡൽഹി യാത്ര ചിലപ്പം 2, 3, 4 തവണയൊക്കെ വേണ്ടി വന്നേക്കാം. ഈ ദീപാദാസ് മുൻഷി
ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിനൊക്കെ അസൗകര്യമാണല്ലോ അവിടെ. ഇവിടെയാണെങ്കിൽ അവർക്ക് നല്ല ഒന്നാം തരം ഹോട്ടലിൽ മുറിയൊക്കെ എടുത്തു കൊടുക്കണം. അവിടെ 100-140 രൂപ കൊടുത്താൽ കേരള ഹൗസിലെ നല്ല ഗംഭീര മുറികൾ കിട്ടും. അപ്പൊ അവിടെ ചെല്ലുന്നു, ഹൈക്കമാൻഡിനെ കാണുന്നു, ചർച്ച നടത്തുന്നു, വീണ്ടും കേരളത്തിൽ വരുന്നു, അവരുടെ ആൾക്കാരുമായിട്ടൊരു ചർച്ച. അങ്ങനെ എല്ലാവരുടെയും മനസ്സൊന്നും അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് 1-2 പത്രസമ്മേളനങ്ങൾ ഉണ്ടാവും, 2 ഗ്രൂപ്പുകളുടെയും വക. അതിന് പരസ്പരം 4 പള്ളു പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ഡൽഹിക്ക് പോക്കൂടാവുമ്പോഴേക്ക് സംഗതികൾ തീരുമാനമാവും. വളരെ എളുപ്പമായിരുന്നു, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പരിഹരിക്കാമായിരുന്നു. പിന്നീട് കരുണാകരനും ഉമ്മൻചാണ്ടിയും തമ്മിലായപ്പോഴും ഇത് തന്നെയായിരുന്നു രീതി. ഉമ്മൻചാണ്ടിയും രമേശും തമ്മിലായപ്പോഴും ഇതേ പ്രോസസ്സായിരുന്നു. അന്ന് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഇപ്പോഴിപ്പോൾ എല്ലാവരുടെയും മനസ്സറിയാൻ നടക്കുക. എന്തൊരു കാലതാമസമാണ്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പം ഈ കോൺഗ്രസ് നേതാക്കളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെയും പദവിയെയും മാത്രം ഓർത്താൽ പോരാ, കേരളത്തിലെ ജനങ്ങളെ കൂടെ ദയവ് ചെയ്ത് ഈ ദശാസന്ധിയിൽ ഓർമ്മകളിൽ ഉണ്ടാവണം. കാരണം ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ, CPM-കാർ പോലും ഈ സംസ്ഥാനത്തൊരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ പാലും തേനും ഒഴുക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇന്നത്തെ സർക്കാരിൽ നിന്നൊരു രക്ഷ എങ്ങനെയെങ്കിലും ഇവരെന്ന് ഒഴിവാക്കി കിട്ടണം. അത്രയ്ക്ക് അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും സ്വജനപക്ഷപാതവും തനിക്ക് താൻ പോരിമയും ഏകാധിപത്യവും, പിന്നെ ഭരണരംഗത്ത് മുഴുവൻ കുത്തഴിഞ്ഞു കിടക്കുക, ക്രമസമാധാനമില്ല, നിയമം ലംഘിക്കുന്നതും പൊതു റോഡിൽ സ്റ്റേജ് കെട്ടി യോഗം നടത്തുന്നതും പാർട്ടിക്കാരെ തന്നെയാണ്. വിലക്കയറ്റം, പൊറുതി മുട്ടിയിരിക്കുക കേരളത്തിലെ ജനങ്ങൾ. അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങളുമായി കെട്ടിമറിയുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. നിങ്ങൾ വീണ്ടും ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് ജനങ്ങളെ നിർബന്ധിക്കരുത്, നിർബന്ധിതമാക്കരുത്.